ഹലോ ഫ്രണ്ട്സ്, ബെൽജിയത്തിലെ ജീവജാലങ്ങളുടെ ഒരു പറുദീസം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പ്രകൃതിയും മൃഗങ്ങളും സംസ്കാരവും എല്ലാം ചേർന്നൊരു അത്ഭുത ലോകം. അതാണ് പൈരിഡൈസ. യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സുവോളജിക്കൽ പാർക്കാണിത്. ഇവിടേക്ക് കടക്കുമ്പോൾ തന്നെ നിങ്ങൾ മറ്റേതൊരു ലോകത്തിലെത്തിയ പോലെ തോന്നും. എന്തിനും ഏതിനും തീം, അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. പ്രവേശന ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ നിന്നോ എടുക്കാവുന്നതാണ്. 3 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏകദേശം 3400 ഇന്ത്യൻ രൂപയും അഡൽസിന് 4400 ഇന്ത്യൻ രൂപയും 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ എൻട്രിയുമാണ് ഇവിടെ ഉള്ളത്. ഞാൻ സാധാരണ അങ്ങനെ സൂരൊന്നും പോയി മൃഗങ്ങളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്നെ ആകർഷിച്ചത് ഇവരോട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ലോകമാണ്. അത് നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇവിടെ എല്ലാത്തരം മൃഗങ്ങളും ഉണ്ട്. ഒരു 7500ഓളം വരും. അധികം സൂലൊന്നും കാണാൻ കിട്ടാത്ത പാൻഡ, പോളാർ ബെയർ, വൈറ്റ് ടൈഗേഴ്സ്, അങ്ങനെ കുറച്ച് ഐറ്റത്തിനെ കാണിച്ചു തരാം. പിന്നെ ഈ കാണുന്നത് ഒരു ആൽബേനോ ക്യാങ്കുരു ആണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ വെളുത്തൊരു ക്യാങ്കുരുവിനെ കാണുന്നത്. ഇവിടേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റേതോ ലോകത്തെത്തിയ പോലെ തോന്നും. മുന്നോട്ട് വരുന്തോറും ഈ പാർക്ക് പല ലോകങ്ങളായി തിരിയുന്നത് കാണാം. ചൈന, ജപ്പാൻ, ആഫ്രിക്ക, ഇന്തോനേഷ്യ, കാനഡ, അന്റാർട്ടിക്ക, അങ്ങനെ ഓരോ ഭൂപ്രദേശവും അവിടുത്തെ സംസ്കാരവും ശൈലിയും അത്ര മനോഹരമായിട്ട് അവരോട് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഓരോ ലോകത്തിലും ആ നാടിന്റെ തനതായ ജീവിവർഗത്തെയാണ് കാണാൻ കഴിയുക. അതുപോലെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഭക്ഷണങ്ങൾ വിളമ്പുന്ന ചെറിയ റെസ്റ്റോറൻറ്റ്സും ഉണ്ടാവും. ഇവനാണ് ഇന്നത്തെ താരം, പോളാർ ബെയർ. ഇവിടെ ഒരു മൃഗത്തെയും കൂട്ടിലടച്ചിട്ടില്ല. അവയുടെ ഏറ്റവും സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നു. പിന്നെ ഇതൊരു സൂ മാത്രമല്ല, ഒരു റിസോർട്ട് കൂടിയാണ്. നമുക്ക് മൃഗങ്ങളോടൊപ്പം വേണമെങ്കിൽ താമസിക്കാം. ഒരു ഗ്ലാസ് വാളിനപ്പുറം കരടിയെയോ സിംഹത്തെയോ ഒക്കെ കണ്ടുകൊണ്ട് ഒരു രാത്രി വേണമെങ്കിൽ ചെലവഴിക്കാം. ഞാനിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത, കണ്ട എല്ലാ മൃഗങ്ങളും വളരെ ഹെൽത്തി ആൻഡ് ആക്റ്റീവ് ആണെന്നുള്ളതാണ്. നിങ്ങൾ കാണാൻ ആഗ്രഹിച്ചു വരുന്ന ഒരു മൃഗത്തെ പോലും നിങ്ങൾ കാണാതെ പോകില്ല. കാരണം എല്ലാം അത്രയധികം എണ്ണം ഇവിടെയുണ്ട്. മുന്നോട്ട് പോകുന്തോറും നമ്മളിപ്പോൾ യൂറോപ്പിലാണ് ഉള്ളതെന്ന് മറക്കും. ഇന്തോനേഷ്യ, ബാലി രീതിയിലുള്ള അമ്പലങ്ങളൊക്കെ കാണാം. ബുദ്ധനും ഗണപതിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. ഈ കെട്ടിടത്തിന് മുകളിൽ ഒരു നടരാജ വിഗ്രഹവും കാണാം. ഇനി കാണുന്ന ഏരിയയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ഒരു ഇന്ത്യാന ജോൺസ് മൂവിയിലൊക്കെ കാണുന്ന പോലെ നഷ്ടപ്പെട്ടു പോയ ഏതോ നാഗരികതയിൽ നിധി തേടി പോകുന്ന പോലെയൊക്കെ തോന്നി. ഏഷ്യയിൽ തന്നെ ഇത്തരം കാഴ്ചകൾ വിരളമാണെന്നിരിക്കെ ഇങ്ങനെയൊരു ലോകം സൃഷ്ടിച്ച് ഇവരെ അഭിനന്ദിച്ചേ പറ്റൂ. ഈ കാണുന്ന പച്ചപ്പും വെള്ളച്ചാട്ടങ്ങളും ശാന്തമായ ഇടവഴികളും ഒക്കെ തന്നെയാണ് ഈ പറുദീസയെ ഒരു അനുഭവമാക്കി മാറ്റുന്നത്. ഓരോ വർഷവും പൈരിദൈസയിൽ പുതിയ പുതിയ അത്ഭുതങ്ങൾ ഉണ്ടായി വരികയാണ്. 4000 ഹെക്ടർ വിസ്തൃതിയിൽ ഗ്ലാസ് റൂഫോടുകൂടി യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഗ്രീൻ ഹൗസ് ആണ് 2026 ഓപ്പൺ ആകുന്നത്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായൊരു ലോകമാണ് ചൈനീസ് ഗാർഡൻസ്. ചുവന്ന ലാൻറ്റേൺസ്, പഗോഡ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങൾ, പഴം നിറഞ്ഞ ക്ഷേത്രങ്ങൾ, അങ്ങനെ ആകർഷണീയമായ എത്രയോ കാഴ്ചകൾ. ഇവിടെ കാണുന്ന ഓരോ ഡീറ്റെയിലിങ്ങും ചൈനീസ് സംസ്കാരത്തിന്റെ സൗന്ദര്യമാണ് പ്രകടമാക്കുന്നത്. ചൈനയിൽ തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ മങ്കീസിനെയും ഇവിടെ കാണാം. ഒരു ദിവസം മുഴുവൻ നടന്നു കാണാനുള്ള കാഴ്ചകളുണ്ട് ഇവിടെ. ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ഇത് മുഴുവൻ നടന്നു കാണുക എന്നത് വളരെ ശ്രമകരമായിരിക്കും. അതിനുമുണ്ടൊരു മാർഗം. ഈ സൂവിനെ ചുറ്റി വരുന്ന ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. അത്യാവശ്യം മെയിനായിട്ടുള്ള എല്ലാ ഏരിയകളിലും പോയി വരും. നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങളും ഒന്ന് കയറി. പക്ഷെ എന്തെങ്കിലും നിവൃത്തിയുണ്ടെങ്കിൽ ഇത് മൊത്തം നടന്നു തന്നെ കാണണം. അതൊരു വല്ലാത്ത അനുഭവമാണ്. ഇതാ ട്രെയിൻ പോകുന്ന ഒരു ചെറിയ റൂട്ട് കണ്ടോളൂ. കൂട്ടത്തിൽ കുളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഹിപ്പപ്പൊട്ടാമസുകളെയും. ഈ കാണുന്ന വലിയ കെട്ടിടത്തിനുള്ളിൽ മുഴുവൻ അക്വേറിയമാണ്. ആ കെട്ടിടത്തിനുള്ളിലെ ഒരു വാഷ്റൂമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ പോലും തീം വിട്ടൊരു കളിയുമില്ല. നല്ലൊരു ശതമാനം ആളുകൾ ഇവിടെ വരുന്നത് പാൻഡകളെ കാണാൻ കൂടിയാണ്. ഇഷ്ടംപോലെ പാൻഡയുണ്ട്. എല്ലാവരും നല്ല ആക്റ്റീവും. ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇത്ര അടുത്ത് നിന്ന് പാൻഡകളെ കാണാൻ കഴിയൂ. ബാംബു കാടുകൾക്കിടയിൽ അവരുടെ സ്വന്തം ലോകം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ പറുദീസ ഒരു സൂ മാത്രമല്ല, പ്രകൃതിയോടും മൃഗങ്ങളോടും നമ്മളെ വീണ്ടും ബന്ധിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.